ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 7ലെ വസന്ത് പാഠ്യപുസ്തകത്തിലെ ഹിമാലയ കി ബേട്ടിയാം എന്ന അധ്യായമാണ് വായിക്കാൻ പോകുന്നത്. കൂടെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, പിന്നെ ക്വസ്റ്റ്യൻ ആൻസറും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. അഭി തക് मैंने उन्हें दूर से देखा था. ഇതുവരെ ഞാൻ അവർ ദൂരെ നിന്നാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. നദികളെ പറ്റിയാണ് പറയുന്നത്. ബഡി ഗംഭീർ ശാന്ത് अपने आप में खोई हुई लगती थी. ലേഖകൻ പറയുകയാണ്, ആ നദികൾ എങ്ങനെയായിരുന്നു കാണാൻ? നല്ല പ്രൗഢിയോടെ, നല്ല സീരിയസ് ആയിട്ടല്ലേ, ഗംഭീരമായിട്ട്, പിന്നെ ശാന്ത രൂപത്തിലും, പിന്നെ അപ്നെ ആപ്മെ ഖോയി ഹുയി, അവരിൽ തന്നെ അവർ ഇങ്ങനെ മുഴുകി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ അവരെ കണ്ടിട്ടുള്ളത്. സംഭ്രാന്ത് മഹിളാക്കി ഭാന്തി വേ പ്രതീത് ഹോത്തി. സംഭ്രാന്ത് എന്ന് പറഞ്ഞാൽ സഭ്യ, അതായത് നല്ല കൾച്ചറുള്ള, നല്ല കുലീനയായ സ്ത്രീ. അങ്ങനെയാണ് ഞാൻ, അതുപോലെയാണ്. ഭാന്തി എന്ന് പറഞ്ഞാൽ അതുപോലെ, മഹിളാക്കി ഭാന്തി വേ പ്രതീത് ഹോത്തി തി, അങ്ങനെയാണ് അവർ കാണപ്പെട്ടത് ആ സമയത്ത്. ഉൻകെ പ്രതി മേരെ ദിൽ മേ ആദർ ഓർ ശ്രദ്ധാക്കെ ഭാവത്തെ. അവർക്ക് വേണ്ടി എൻ്റെ മനസ്സിൽ എന്താ ഉണ്ടായിരുന്നത്? ശ്രദ്ധ, അതായത് ശ്രദ്ധയും ആദരവും റെസ്പെക്റ്റ് അല്ലേ, റെസ്പെക്റ്റും പിന്നെ ഫെയ്ത്ത്ഫുൾനെസ്, അവരോടുള്ള ആ ഒരു ഭാവമാണ് എൻ്റെ മനസ്സിൽ ആ സമയത്ത് വന്നത്. माँ और दादी मौसी और मामी की गोद की तरह उनकी धारा में डुबकियाम लगाया करता. അതായത് ഞങ്ങളുടെ അമ്മ, അമ്മുമ്മ, പിന്നെ ചിറ്റമ്മ, അങ്ങനെയൊക്കെ ഇല്ലേ, മാമി, അവരുടെയൊക്കെ മടിത്തട്ടിൽ ഞങ്ങൾ എങ്ങനെയാണോ ആ സ്നേഹത്തിൻ്റെ ഇത് ആഴത്തിലിങ്ങനെ മുങ്ങി വരുന്നത്, അതുപോലെ തന്നെ ഡുബ്കിയാം, അതായത് ആ ഒഴുക്കിനെ, ആ വെള്ളത്തിൻ്റെ, ആ നദിയുടെ ആ ഒഴുക്കിനെ, ധാരയെ, സ്നേഹത്തിൻ്റെ ധാര അല്ലേ, അവരുടെയൊക്കെ അതുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. അതിൽ ഞാൻ ഡുബ്കിയാം ലഗായ കർത്താത്ത, ആ സ്നേഹത്തിൽ ഇങ്ങനെ മുങ്ങി ഇങ്ങനെ വരുമായിരുന്നു. അത്രയ്ക്ക് പറയുകയാണ്, അത്രയ്ക്ക് ആ സമയത്ത് അവരോട് റെസ്പെക്റ്റും സ്നേഹവും ആദരവും ഉണ്ടായിരുന്നു. परंतु इस बार जब मैं हिमालय के कंधे पर चढ़ा तो वे कुछ और रूप में सामने थी. ഇതുവരെ ലേഖകൻ എങ്ങനെയാണ് ദൂരെ നിന്നാണ് നദികളെ കണ്ടത് അല്ലേ. ഇപ്രാവശ്യം അദ്ദേഹം ഹിമാലയത്തിൽ കയറാനായിട്ട് ഉദ്ദേശിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഹിമാലയത്തിൻ്റെ തോളുകൾ എന്ന് പറഞ്ഞാൽ അങ്ങ് ശിഖരങ്ങളിൽ എത്തുക, അങ്ങ് ഉയരത്തിലെത്തുക, ഹിമാലയത്തിൻ്റെ മുകളിൽ എത്തുക. അപ്പോൾ परंतु इस बार जब मैं हिमालय के कंधे पर चढ़ा तो वे कुछ और रूप में सामने थी. തോള് വരെയുള്ള അവിടെ എത്തിയപ്പോൾ അവരുടെ ആ രൂപം എന്തോ വേറെ തന്നെയായിരുന്നു. അതായത് കുച്ച് ഓർ റൂപ് മേ സാമ്നിയായി, വേറെ തന്നെയായിരുന്നു അവരുടെ രൂപം. മേ ഹെറാൻ താ, ഹെറാൻ എന്ന് പറഞ്ഞാൽ ഞാൻ അതിശയപ്പെട്ടു പോയി അല്ലേ, ഞാൻ അതിശയപ്പെട്ടു പോയി. കി യഹി ദുബ്ലി പത്ലി ഗംഗ, യഹി യമുന, യഹി സത്ലജ് സമതൽ मैदानों में उतरकर വിശാൽ कैसे हो जाती हैं. അതായത് ഹിമാലയത്തിലോട്ട് അദ്ദേഹം കയറി പോവുകയാണ്. അപ്പോൾ തോളുകളുടെ അവിടെ, അതായത് നടുവിൽ ഇങ്ങനെ ശിഖരങ്ങൾ ആ അറ്റത്തെത്താറായപ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ഓർത്ത് നോക്കി, എങ്ങനെ ഇത്രയും ദുബ്ലി പത്ലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്ന ഒരു ചെറിയ ഒരു ഇങ്ങനെ ഇതായിട്ടാണ് പോകുന്നത്. ആ ഹിമാലയത്തിൽ നിന്ന് അത് ഒഴുകി വരുന്നത്, ഗംഗയും യമുനയും സത്ലജും എല്ലാം. ഈ നദികളൊക്കെ എങ്ങനെയാണ് സമതൽ മേദാനമേ, അതായത് പരന്ന ഈ മേദാനങ്ങളിൽ എത്തുമ്പോൾ അതെങ്ങനെയാണ് ഇങ്ങനെ വിശാലമായിട്ട് മാറുന്നത് അല്ലേ, വിശാലം എന്നിങ്ങനെ പരന്നിരിക്കുന്നത് അല്ലേ, എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോയി. ഇൻകാ ഉഛൽന ഓർ കൂദ്ന, അവരുടെ ഇൻകാ ഉഛൽന കൂദ്ന ഖിൽഖിലാക്കർ ലഗാത്താർ ഹസ്തേ ജാന, അവരുടെ ആ തുള്ളിച്ചാടലും, പിന്നെ ഇങ്ങനെ ഖിൽഖിലാക്കർ എന്ന് പറഞ്ഞാൽ ഖുഷ് ഹോക്കെ, അതായത് സന്തോഷത്തോടെ ഇങ്ങനെ ചിരിക്കുക, ഓപ്പണായിട്ട് ചിരിക്കുക. ഹസ്തേ ജാന और इनकी यह भाव भंगी, इनका यह उल्लास कहाँ गायब हो जाता है मैदान में जाकर. ഇവരുടെ ഈ ഭാവഭംഗി, ആ ഒഴുകുമ്പോഴുണ്ടാവുന്ന ആ തുള്ളിച്ചാടി ഇങ്ങനെ നല്ല സന്തോഷത്തോടെ ഒഴുകുന്ന ആ ഉല്ലാസ്, ഇൻകാ യഹ ഉല്ലാസ്, ആ ഭാവഭംഗി അത് എവിടെ ഇല്ലാതാകുന്നു, അതായത് ഗായബ് ഹോ ജാന, ഇല്ലാതാവുക, കാണാതാവുക അല്ലേ, ഗായബ് ഹോ ജാത്ത ഹെ मैदान में जाकर, ഇങ്ങനെ സമതല പ്രദേശത്ത് എത്തുമ്പോഴേക്കും അത് ഇല്ലാതാവുകയാണ്. അത് എവിടെ പോകുന്നു എന്നാണ് ലേഖകൻ ചോദിക്കുന്നത്. किसी लड़की को जब मैं देखता हूँ, किसी कली पर जब मेरा ध्यान अटक जाता है, तब भी इतना कौतूहल और विस्मय नहीं होता जितना कि इन बेटियों की बाल लीला देखकर. അതായത് ഏതെങ്കിലും ഒരു കൊച്ചു കുട്ടിയെ കാണുമ്പോൾ, അല്ലെങ്കിൽ കലി എന്ന് പറയുന്ന കൊച്ചു കുട്ടിയെ കാണുമ്പോൾ എൻ്റെ ശ്രദ്ധ അതിലിങ്ങനെ നിന്നു പോകുന്നത് സാധാരണമാണ് അല്ലേ. കുഞ്ഞു പെൺകുട്ടികളെ കാണുമ്പോൾ മേരാ ധ്യാൻ അടക് ജാത്താ ഹെ തബി ഇത്നാ കൗതൂഹൽ, അപ്പോഴും എനിക്ക് ഇത്രയധികം അതിശയവും അത് അറിയാനുള്ള ഒരു ആഗ്രഹം അല്ലേ. കൗതൂഹൽ എന്ന് പറഞ്ഞാൽ ക്യൂരിയോസിറ്റി, കൗതൂഹൽ ഓർ വിസ്മയ്, അതായത് അതിശയം.
विस्मय नहीं होता जितना कि इन बेटियों की बाललीला देखकर ഈ കൊച്ചു പെൺകുട്ടികൾ അതായത് നദികളെ പെൺകുട്ടികളായിട്ട് താരതമ്യപ്പെടുത്തിയിരിക്കുകയാണ് ലേഖകൻ അല്ലേ. മാനവീയ രൂപം കൊടുത്തിരിക്കുകയാണ് ഈ നദികളെയും പിന്നെ ഹിമാലയത്തെ അച്ഛനായിട്ടും പിന്നെ നദികളെ അവരുടെ ഹിമാലയത്തിൻ്റെ കുട്ടികളായിട്ടാണ് ലേഖകൻ ഇതിൽ താരതമ്യപ്പെടുത്തുന്നത്. ജിത്നാക്കി ഇൻ ബേട്ടിയോങ്കി ബാല്യല ദേക്കർ, അതായത് കൊച്ചു പെൺകുട്ടിയെ കാണുമ്പോൾ ഞാൻ അത്രയ്ക്ക് ശ്രദ്ധ കൊടുത്തിട്ടില്ല, അതായത് അത്രയും അതിശയവും ഇതും അറിയാനുള്ള ആഗ്രഹവും ഇവരെപ്പറ്റി എത്രയുണ്ടോ അത്രയും എനിക്ക് വേറെ ആരെപ്പറ്റിയും ഇല്ല. അതായത് അവരുടെ ബാല്യല ദേക്കർ, ഈ നദിയോങ്കി ബാല്യല, അതായത് അവരുടെ കുഞ്ഞു പ്രവൃത്തികൾ അല്ലേ, ബാല്യല ദേക്കർ. അപ്പോൾ കഹായെ ഭാഗി ജാ റഹി ഹെ, എവിടെയാണ് ഇത് ഓടിപ്പോകുന്നത്, നല്ല സ്പീഡിലാണ് ഒഴുകുന്നത് അല്ലേ. അപ്പോൾ കോൺ ലക്ഷ്യ ഹെ ജിസ്നെ ഇന്നെ ബേചൈൻ കർ റഖാ ഹെ, അത് ഏത് ലക്ഷ്യമാണ്, എവിടെ എത്തിച്ചേരണം എന്ന ലക്ഷ്യമാണ് അവർക്ക് ഇത്രയും ഇങ്ങനെ സ്ട്രെസ്സ് കൊടുക്കുന്നത്, അതായത് റെസ്റ്റ്ലെസ്നെസ് കൊടുക്കുന്നത്, അവർക്ക് ഇത്ര ചിന്ത കൊടുക്കുന്നത് അല്ലേ. ബേചൈൻ കർ റഖാ ഹെ. अपने महान पिता का विराट प्रेम पाकर भी अगर इनका हृदय अतृप्त ही है तो वह कौन होगा जो इनकी प्यास मिटा सकेगा. ഇപ്പം അച്ഛൻ നല്ല സ്നേഹമയ്യായ അച്ഛനാണ് ഹിമാലയത്തെ അച്ഛനായിട്ട് താരതമ്യപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ അച്ഛനായ ഹിമാലയത്തിൻ്റെ അതും വിരാട് പ്രേം, നല്ല വലിയൊരു സ്നേഹമയ്യാണ് അച്ഛനാണ് അല്ലെ. വിരാട് പ്രേം പാക്കർ ബി അഗർ ഇൻക ഹൃദയ അതൃപ്തമായി, ഇവരുടെ ഹൃദയം അതൃപ്തനാണ്, തൃപ്തി ഇല്ലാത്തതാണെങ്കിൽ तो वह कौन होगा जो इनकी प्यास में, പിന്നെ ആരാണ് അവരെ തൃപ്തിപ്പെടുത്തുക, അതായത് അവരുടെ പ്യാസ് മിട്ടാ സക്കേക, ആരവരുടെ ദാഹം ഇല്ലാതാക്കും, അതായത് അവരെ തൃപ്തിപ്പെടുത്തും. बर्फ़ जली नंगी पहाड़ियाँ, छोटे छोटे पौधों से भरी घाटियाँ, बंधुर आदित्यकायें, सरसब्ज उपत्यकायें, ऐसा है इनका ലീലാ നികേതൻ. ലീലാ നികേതൻ എന്ന് പറഞ്ഞാൽ അവരുടെ ലീലകൾ, അവർ ലീലകൾ ചെയ്യുന്ന ആ സ്ഥലം അല്ലേ. ലീലാ നികേതൻ എന്ന് പറഞ്ഞാൽ അവർ ആ ലീലകൾ ചെയ്യുന്ന ആ സ്ഥലത്തെയാണ് ലീലാ നികേതൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്ഥലം, അതായത് ഹിമാലയത്തിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുമ്പോൾ അവിടെ എന്തൊക്കെയുണ്ട്, ബർഫ് ജലി നങ്കി പഹാടിയാം, ഇങ്ങനെ ബർഫ് അതായത് മഞ്ഞ് മൂടിക്കിടക്കുന്ന ആ മലകളല്ലേ. പിന്നെ ചോട്ടി ചോട്ടി പൗധോസെ ഭരി ഘാട്ടിയാം എന്ന് പറഞ്ഞാൽ ഈ പർവ്വതങ്ങളുടെ ഇടവഴികൾ, അതായത് പർവ്വതങ്ങളുടെ ഇടയ്ക്ക് കൂടിയുള്ള ആ സ്ഥലങ്ങളെയാണ് ഘാട്ടിയാം എന്ന് പറയുന്നത്. അപ്പോൾ ചോട്ടി ചോട്ടി പൗധേ, ചെറിയ ചെറിയ ചെടികൾ അവിടെ വളർന്നു വരും. അപ്പോൾ സെഭരി ഘാട്ടിയാം. പിന്നെ ബന്ധുർ ആദിത്യകായം എന്ന് പറഞ്ഞാൽ പഹാഡ് ഊപ്പർക്കി സമതൽ ഭൂമി, പഹാഡിലും ഇങ്ങനെ മുകളിൽ പോകുമ്പോൾ ഇങ്ങനെ പരന്ന കുറച്ച് സ്ഥലങ്ങൾ കാണും, അതിലൂടെ അത് ഒഴുകി ഇങ്ങനെ പോവും. പിന്നെ സരസബ്ജ് ഉപത്യകായം എന്ന് പറഞ്ഞാൽ ചോട്ടിയാം, അതിൻ്റെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ, അതായത് ശിഖരങ്ങൾ അല്ലേ, ഏറ്റവും മുകളിലുള്ള ഉപത്യകായം. ऐसा है इनका ലീലാ നികേതൻ, ഇങ്ങനെയാണ് അവരുടെ ലീലകൾ നടക്കുന്ന ആ സ്ഥലം ലീലാ നികേതൻ. खेलते खेलते जब ये ज़रा दूर निकल जाती हैं तो देवदार, चीड़, सरो, चिनार, सफ़ेद कैल के जंगलों में पहुंचकर शायद इन्हें बीती बातें याद करने का मौका मिल जाता होगा. ചിലപ്പോൾ ഇങ്ങനെ കളിച്ച് കേൾത്തെ ഈ ദൂരെ അങ്ങ് അവരെത്തിച്ചേരുമ്പോൾ, എവിടെയാണ് എത്തിച്ചേരുക, ഈ കാടുകളിൽ അല്ലേ. ദേവദാർ, ചീഡ്, സറോ, ചിനാർ, സഫേദ് കൈൽക്കെ ജംഗലോമേ, ഈ കാടുകളിൽ അവരെത്തിച്ചേരുമ്പോൾ അവർക്ക് ഈ കാര്യങ്ങളൊക്കെ, അതായത് ബീത്തി ബാത്തയും കഴിഞ്ഞ കാര്യങ്ങളൊക്കെ യാദ് കർണിക്ക മോക്ക, അതായത് ചാൻസ്, മോക്ക എന്ന് പറഞ്ഞാൽ ചാൻസ്, മിൽ ജാത്ത ഹോക, ആ സമയത്ത് ഇങ്ങനെ സമാധാനത്തോടെ കളിച്ചൊക്കെ കഴിഞ്ഞ് അവിടെ എത്തുമ്പോൾ അവർ സമാധാനത്തോടെ ഒഴുകും. ആ സമയത്ത് അവർ ഇതൊക്കെ ഇങ്ങനെ ഓർക്കാനുള്ള അവർക്ക് ചാൻസ് കിട്ടുമായിരിക്കാം. കോൺ ജാനെ ബുഡ ഹിമാലയ്, ആർക്കറിയാം ഈ പ്രായമുള്ള ഹിമാലയ അല്ലേ. कौन जाने बुढ़ा हिमालय अपनी नटखट बेटियों के लिए कितना सिर धुनता होगा. ഈ ആർക്കറിയാം ഈ ഹിമാലയ, അതായത് പ്രായമുള്ള ഈ ഹിമാലയ് എത്ര കഷ്ടപ്പെടുന്നുണ്ടാവും, അതായത് ഈ നട്കട്ട് ബേട്ടിയാം, അതായത് കുസൃതി അല്ലേ, കുസൃതികളായ ഈ പെൺകുട്ടികളെ കൊണ്ട് എത്ര ഇങ്ങനെ ടെൻഷൻ എടുക്കുന്നുണ്ടാവും, ആ രീതിയിലാണ് പറയുന്നത്. ധുൻതാ ഹോഗ. बड़ी बड़ी चोटियों से जाकर पूछिए तो उत्तर में विराट मौन के सिवाय उनके पास और रखा ही क्या है. അതായത് അവരുടെ ആ ചോട്ടിയാം, അതായത് ശിഖരങ്ങൾ, ആ ഹിമാലയത്തിൻ്റെ ആ ശിഖരങ്ങളുടെ അടുത്ത് പോയി ചോദിച്ചാൽ അവർക്ക് വരെ ഒന്നും ഉത്തരം ഉണ്ടാവത്തില്ല. അതായത് വിരാട് മൗൻ, വലിയ നിശബ്ദതയായിരിക്കും അവിടെ ഉണ്ടാവുക, അതല്ലാതെ ഒന്നും ഉണ്ടാവില്ല. സിവായ്, അതല്ലാതെ ഉൻകെ പാസ് ഓർ റഖായി ക്യാ, വേറെ എന്താ ഉള്ളത് അവരുടെ പക്കൽ. പിന്നെ അത്രയ്ക്ക് കുസൃതിയാണ് ഈ നദികൾ എന്നാണ് പറയുന്നത്. സിന്ധു और ब्रह्मपुत्र, ये दो ऐसे नाम हैं जिनके सुनते ही रावी, सतलज, व्यास, चनाब, झेलन, काबुल,
कपिशा, गंगा, यमुना, सरयू, गंडक, कोसी आदि हिमालय की छोटी बड़ी सभी बेटियां ആംഖോ കെ സാമനെ നാച്ചിന് ലഗ്തി ഹെ. അപ്പോൾ ഈ സിന്ധു നദിയും പിന്നെ ബ്രഹ്മപുത്ര എന്ന് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സിൽ എന്താ വരുന്നത്? യദോ ആസേ നാമേ, ഈ രണ്ട് പേരുകൾ. അതെങ്ങനത്തെ പേരുകളാണ്? അവരുടെ ആ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ ഈ മറ്റ് നദികൾ, അതായത് റാവി, സത്ലജ്, വ്യാസ്, ചനാബ്, അങ്ങനെ ഈ നദികളെല്ലാം, യമുന, സരയു, ഗണ്ഡക്, കോസി ആദി ഹിമാലയ്ക്ക് ചുട്ടി ബടി സബി ബേട്ടിയാം, അതായത് വലുതും ചെറുതുമായ എല്ലാ കുട്ടികളും അല്ലേ, ഹിമാലയത്തിൻ്റെ കുട്ടികൾ, അതായത് പെൺകുട്ടികളായിട്ടല്ലേ കമ്പയർ ചെയ്തിരിക്കുന്നത്. അച്ഛനായിട്ടാണ് ഹിമാലയത്തെയും കമ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സബി ബേട്ടിയാം ആംഖോ കെ സാമനെ നാച്ച് ലഗ്തി. അപ്പോൾ സിന്ധു ബ്രഹ്മപുത്രയും ഓർക്കുമ്പോൾ ഈ നദികളൊക്കെയാണ് ഇങ്ങനെ മനസ്സിൽ മുമ്പിൽ വരുന്നത്. നാച്ചിൽ ലഗ്തി എന്ന് പറയാൻ അത് കാരണം ഇനി മുമ്പിൽ വരുന്നത് അവരുടെ പേരുകളാണ് എന്നാണ്. വാസ്തവ മേ സിന്ധു ഓർ ബ്രഹ്മപുത്ര സ്വയം കുച്ച് നഹീ ഹൈ. ശരിക്കും പറഞ്ഞാൽ സിന്ധു നദിയും ബ്രഹ്മപുത്രയും സ്വയമായിട്ട് ഒന്നും അല്ല അത്. അതായത് അതങ്ങനെ ആവാൻ സിന്ധു നദിയും ബ്രഹ്മപുത്രയും ഉത്ഭവിക്കാനുള്ള കാരണം, അതായത് ദയാലു ഹിമാലയക്ക് पिघले हुए दिल की एक एक बूंद न जाने कब से इकट्ठा होकर इन दो महानदों के रूप में समुद्र की ओर प्रवाहित होती रही. അപ്പോൾ ഇത് സ്വന്തമായിട്ടുണ്ടായതല്ല, സിന്ധുവും ബ്രഹ്മപുത്രയും സ്വയം കുച്ച് നഹീ ഹെ. അപ്പോൾ ഹിമാലയത്തിൻ്റെ ആ ഹൃദയത്തിൽ നിന്നും ഓരോരോ കണങ്ങൾ, ഐസ് അല്ലേ, ആ മഞ്ഞ് ഉരുകി ഏക് ഏക് ബൂന്ദ് ന ജാനെ കബ് സെ ഇക്കട്ടാ ഹോക്കർ, അങ്ങനെ ഓരോരോ തുള്ളികൾ ഇങ്ങനെ ഒരുമിച്ച് കൂടി എപ്പോഴോ മുതൽ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കൂടി ഏക് ബൂന്ദ് ന ജാനെ കബ് സെ ഇക്കട്ടാ ഹോക്കർ, ഒരുമിച്ച് കൂടി ഇൻ ദോ മഹാനദോം കെ രൂപേണ, അങ്ങനെ ഈ മഹാനദികൾ, അതായത് സിന്ധു നദിയും ബ്രഹ്മപുത്രയും പോലത്തെ നദികളും മഹാനദോം കെ രൂപമേ സമുദ്ര കി ഓർ പ്രവാഹിത് ഹോത്തി രഹേ. എങ്ങനെയാണ് സമുദ്രത്തിലോട്ട് അതിങ്ങനെ ഒഴുകിച്ചേരും അല്ലെ. നദികൾ എങ്ങോട്ടാണ് ഒഴുകിച്ചേരുക? സമുദ്രത്തിലോട്ട് ഇങ്ങനെ ഒഴുകിച്ചേരും. അങ്ങനെയാണ് സിന്ധു നദിയും ബ്രഹ്മപുത്രയും ഒക്കെ ഉത്ഭവിച്ചത് എന്നാണ് പറയുന്നത് ലേഖകൻ. कितना सौभाग्यशाली है वह समुद्र जिसे पर्वतराज हिमालय की इन दो बेटियों का हाथ पकड़ने का श्रेय मिला. അപ്പോൾ എത്ര സൗഭാഗ്യശാലിയാണ് സമുദ്രം. അതായത് അതും കമ്പയർ ചെയ്യുകയാണ്. സമുദ്രം എന്തായിട്ടാണ്? സമുദ്രത്തെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് പോലെ, അതായത് വിവാഹം കഴിച്ചു കൊടുക്കുകയാണ് നദികളെ. ആര്? ഹിമാലയ എന്ന അച്ഛൻ നദിയായ പെൺകുട്ടിയെ സമുദ്രത്തെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന, അതായത് നദികൾ ഒഴുകി എങ്ങോട്ടാണ് പോവുക? അച്ഛൻ്റെ വീട്ടിൽ നിന്നും സമുദ്ര അതായത് ഹസ്ബൻഡ് വീട്ടിലേക്ക് പോകത്തില്ല. അതുപോലെയാണ് കമ്പയർ ചെയ്യുന്നത് ലേഖകൻ. ഹിമാലയത്തെ അച്ഛനായിട്ടും സമുദ്രത്തെ ഭർത്താവായിട്ടും. ഓക്കെ, അപ്പോൾ എത്ര സൗഭാഗ്യശാലിയാണ് സമുദ്ര എന്നാണ് ലേഖകൻ പറയുന്നത്. ജിസെ പർവ്വത് രാജ് ഹിമാലയ്ക്ക്, അതായത് പർവ്വത രാജാവാണ് അല്ലേ ഹിമാലയൻ. അപ്പോൾ ഹിമാലയത്തിൻ്റെ ആ രണ്ട് പെൺകുട്ടികൾ, അതായത് സിന്ധു നദിയും ബ്രഹ്മപുത്ര നദികളുടെ കൈ, അതായത് ഹാത്ത് പക്കടിനേക്കാൾ ശ്രേയമില്ല, അതായത് ഞങ്ങൾ കന്യാദാനം ചെയ്യത്തില്ല, അപ്പോൾ ഇങ്ങനെ കല്യാണം കഴിച്ചു കൊടുത്തത് എത്ര ഭാഗ്യമുള്ളതാണ് സമുദ്രം. जिन्होंने मैदानों में ही इन नदियों को देखा होगा उनके ख्याल में ही शायद ही यह बात आ सके कि बूढ़े हिमालय की गोद में बच्चियां बनकर ये कैसे खेला करती हैं. അപ്പോൾ എങ്ങനെ ഈ അദ്ദേഹം ലേഖകൻ താഴെ നിന്ന് നോക്കിയപ്പോൾ ഈ നദികളെ എങ്ങനെയാണ് കണ്ടത് അദ്ദേഹം? ആ രീതിയിലല്ല ആ ഹിമാലയത്തിലോട്ട് ഇങ്ങനെ കയറി ചെല്ലുമ്പോഴുള്ള നദികളുടെ സ്വഭാവം അല്ലേ. അവിടെ താഴെ നിന്ന് നോക്കുമ്പോൾ അവർ നല്ല ശാലീനമായിട്ട് ശാന്തമായിട്ട് ഇങ്ങനെ അവരുടേതായിട്ടുള്ള ആ രീതിയിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ലേഖകൻ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ കയറി ഹിമാലയത്തിലോട്ട് തോളിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും അദ്ദേഹത്തിന് എന്താ കാണാൻ സാധിച്ചത്? ഇത് കുസൃതികളായ നദികളാണല്ലേ, ഇങ്ങനെ തുള്ളിച്ചാടുകയാണ്, സന്തോഷത്തോടെ തുള്ളിച്ചാടി കുസൃതികളൊക്കെ ചെയ്തിട്ടാണ് ഈ നദികളും ഇങ്ങനെ ഒഴുകി വരുന്നത്. അപ്പോൾ ജിനോനെ मैदानों में ही इन नदियों को देखा होगा, അതായത് പരന്ന നിരപ്പായ സ്ഥലങ്ങളിൽ ഒഴുകുന്ന ഈ നദികളെയാണ് കണ്ടതെങ്കിൽ ഉൻകെ ഖയാൽ മേ ഷായദ് യഹ് ബാത് ആ സകെ, അപ്പോൾ ഞങ്ങളുടെ ഇങ്ങനെ കണ്ട ആളുകൾക്ക്, അതായത് പരന്ന സ്ഥലത്ത് ഇങ്ങനെ ഒഴുകി നടക്കുന്ന ആ നദികളെ കണ്ട ആളുകൾക്ക് അവരുടെ മനസ്സിൽ ചിലപ്പോൾ മാത്രമേ ഈ കാര്യം, അതായത് ഇങ്ങനെ ആലോചിക്കത്തുള്ളവർ, ഇങ്ങനെ ഖയാൽ മേ ഷായദ് യഹ് ബാത് ആ സകെ कि बूढ़े हिमालय की गोद में बच्चियां बनकर ये कैसे खेला करती हैं. അപ്പം അവരുടെ മനസ്സിൽ വരുന്നത് തന്നെ വിരളമായിരിക്കും. കാരണം നദികൾ എങ്ങനെയാണ് അച്ഛനായ ഹിമാലയത്തിൻ്റെ മടിയിൽ എങ്ങനെ അവർ കളിക്കുന്നത് എന്ന കാര്യം അവർക്ക് അറിയാൻ സാധിക്കത്തില്ല.
माँ बाप की गोद में नंग धड़ंग होकर खेलने वाली इन बालिकाओं का रूप पहाड़ी आदमियों के लिए आकर्षक भले न हो, लेकिन मुझे तो ऐसा लुभावना प्रतीत हुआ वह रूप की हिमालय को ससुर और समुद्र को उसका दामाद कहने में कुछ भी झिझक नहीं होती है. അതായത് ആ പഹാടിയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അതൊന്നും അത്ര വലിയ കാര്യമല്ല അല്ലേ, ഇതൊക്കെ അവർ സ്ഥിരം കാണുന്നതാണ്, അവിടെ തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷെ ഞാനിപ്പോൾ അവിടെ എത്തിയിരിക്കുകയാണ്, ഹിമാലയത്തിൽ എത്തിയിട്ട് അവിടുത്തെ ദൃശ്യങ്ങൾ ആസ്വദിക്കുകയാണ്. ആ സമയത്ത് എനിക്കവിടെ കാണാൻ സാധിച്ചത് ഒരു അച്ഛൻ്റെ മടിയിൽ കളിക്കുന്ന കുട്ടികളെയാണ് അല്ലേ, ആ നദികളെയാണ്. മാ ബാപ് കി ഗോദ് മേ നങ് ധടങ്, അതായത് ഒരു മടിയും ഇല്ലാതെ ഇങ്ങനെ നല്ല എൻജോയ് ചെയ്ത് ഇങ്ങനെ കളിക്കുന്ന കുട്ടികൾ. ഖേൽനെ വാലി ഇൻ ബാലികാओं का रूप പഹാടി ആദ്മിയൊക്കെ ആകർഷക് ഭലേനോ, അവർക്ക് ആകർഷകമാകണമെന്നില്ല, കാരണം പഹാടി ആൾക്കാർ അവിടെ തന്നെയാണ് ജീവിക്കുന്നത്. ലേക്കിൻ മുझे तो ऐसा ലുഭാവന പ്രതീത് हुआ, എനിക്ക് അത്രയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ലുഭാവന എന്ന് പറഞ്ഞാൽ മനസ്സിനെ ആകർഷിക്കുന്ന ടൈപ്പ് അല്ലേ, ലുഭാവന ആകർഷിച്ചു. പ്രതീത് ഹുവ വ റൂപ് കി ഹിമാലയ കോ സസുർ, അതായത് ഹിമാലയത്തെ ആരായിട്ടാണ് കമ്പയർ ചെയ്തത്? സസുർ. സസുർ എന്ന് പറഞ്ഞാൽ ഫാദർ ഇൻ ലോ അല്ലേ, ആ പെൺകുട്ടിയുടെ അച്ഛൻ, ഫാദർ ഇൻ ലോ. ഓർ സമുദ്ര കോ ഉസ്കാ ദാമാദ്, ദാമാദ് എന്ന് പറഞ്ഞാൽ ആരാണ്? സൺ ഇൻ ലോ. അപ്പോൾ സൺ ഇൻ ലോ ദാമാദ് കഹനെ മേ കുച്ച് ഭി ജിജക് നഹി ഹോത്തി ഹൈ, അതായത് മോളെ വിവാഹം ചെയ്ത് കൊടുത്തതാണ് സമുദ്രത്തെ അല്ലേ. അപ്പോൾ സമുദ്രത്തെ ദാമാദായിട്ടും പിന്നെ അച്ഛൻ ഹിമാലയത്തെ സസുറായിട്ടും എനിക്ക് പറയാൻ ഒരു മടിയുമില്ല. ജിജക് നഹി ഹോത്തി ഹൈ, എനിക്ക് ഒരു മടിയുമില്ല അങ്ങനെ പറയാൻ എന്നാണ് ലേഖകൻ പറയുന്നത്. कालिदास के विरही यक्ष ने अपने मेघदूत से कहा था, वेत्रवती नदी के प्रेम का प्रतिदान देते जाना, तुम्हारी वह प्रेयसी तुम्हें पाकर अवश्य ही प्रसन्न होगी. അപ്പോൾ മഹാകവി കാളിദാസൻ്റെ ഒരു കൃതി, അതായത് മേഘദൂത്, മേഘദൂതത്തിലെ കഥാപാത്രമാണ് യക്ഷ്. അപ്പോൾ വിരഹി യക്ഷ് എന്ന് പറഞ്ഞാൽ പ്രേയസിയുമായിട്ട് വിട്ടു നിൽക്കുന്ന യക്ഷ്. അപ്പോൾ യക്ഷ് മേഘങ്ങളോട് പറയുകയാണ്, മേഘത്തെ ദൂതനായിട്ട് അയക്കുകയാണ് അല്ലേ. अपने मेघदूत से कहा था कि നദി കോ അപ്ന പ്രേം കാ പ്രതിദാൻ ദേത്തെ ജാന. പ്രതിദാൻ എന്ന് പറഞ്ഞാൽ വാപ്പസ്, അതായത് തിരിച്ചു കൊടുക്കുക. ആ മഴത്തുള്ളികളായിട്ട് നദികളിലോട്ട് വീഴും അല്ലേ വെള്ളം, അപ്പോൾ അത് തിരിച്ച് നൽകുക. ആ പ്രതിദാൻ ദേത്തെ ജാന, ആ നദികൾക്ക് കൊടുത്തു പോവുക എന്നാണ്, മുന്നോട്ടിങ്ങനെ പറന്നു പോവുക അല്ലേ. തുമാരി വ പ്രേയസി തുമ്മി പാക്കർ അവശ്യ ഹി പ്രസന്ന ഹോഗി. ആ പ്രേയസി, എന്താ സ്നേഹിത അല്ലേ, പ്രേയസി ഇത് പാക്കർ എന്നാൽ ഇത് കിട്ടിക്കഴിയുമ്പോൾ പ്രേയസിക്ക് വളരെയധികം സന്തോഷമാവും എന്നാണ് കാളിദാസൻ തൻ്റെ കൃതിയിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് കേട്ടിട്ട് ഇത് ഓർമ്മ വന്നു ലേഖകന്. അപ്പോൾ യഹ ബാത് ഇസ് ചഞ്ചൽ നദിയോ കോ ദേഖ്കർ മുझे അച്ചാനക് യാദ് ആ ഗയി. അപ്പോൾ ഈ ചഞ്ചലായിട്ടുള്ളത് ഈ നദികൾ അല്ലേ, ഈ നദികളെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അച്ചാനക് യാദ് ആ ഗയി, ഓർമ്മ വന്നു. शायद उस महाकवि को भी नदियों का सचेतन रूपक पसंद था. അപ്പോൾ शायद അത് ചിലപ്പോൾ മഹർഷി കാളിദാസ്, മഹാകവി കാളിദാസനും ചിലപ്പോൾ ഇതായിരിക്കും, നദികളെപ്പറ്റി എന്താണ് അവരുടെ സചേതൻ ഭാവം. അത് സചേതൻ എന്ന് പറഞ്ഞാൽ നല്ല സജീവമായിട്ടുള്ള ആ ഭാവമായിരിക്കും കാളിദാസൻ ഇഷ്ടമായിട്ടുണ്ടാവുക. दरअसल जो भी कोई नदियों को पहाड़ी घाटियों और समतल आंगनों के मैदानों में जुदा जुदा शक्लों में देखेगा वो इसी नतीजे पर पहुंचेगा. അതായത് ശരിക്കും പറഞ്ഞാൽ, ദറസൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കോയി നദിയോ കോ പഹാടി ഘാട്ടിയും, അതായത് പഹാടികളുടെ ആ വിടവിലൂടെയുള്ള ആ സ്ഥലം, ആ പഹാടി ഘാട്ടിയും ഓർ സമതലാങ്കനം, അതായത് പരന്ന മൈതാനങ്ങളിലൊക്കെ ഈ നദികളിങ്ങനെ ഒറ്റപ്പെട്ടിങ്ങനെ ജുദാ വെവ്വേറെ ആയിട്ട് ഇങ്ങനെ കാണുമ്പോൾ, ശക്ലോമേ വെവ്വേറെ രീതിയിൽ അല്ലേ, ശക്ലോമേ ദേഖേഗ ഇസി നതീജെ പർ പहुंचेगा. അതായത് ഇതേ ഫലം, അതായത് ഇതേ എന്താ റിസൾട്ടിൽ അല്ലെങ്കിൽ പരിണാമം അല്ലേ, അതിൽ എത്തിച്ചേരും. എന്താണ് എത്തിച്ചേരുക? അതായത് ചഞ്ചലാണ് നദി അല്ലേ, പിന്നെ സച്ചേതാണ് നദി എന്ന് ഇതിൽ നിന്നും ലേഖകൻ പറയുകയാണ്. കാക്ക കാലേൽക്കർ ने नदियों को ലോകമാത കഹാ ഹൈ. കാക്ക കാലേൽക്കർ എന്ന ലേഖകൻ ലോകമാത എന്നാണ് നദിയെ വിളിച്ചിരിക്കുന്നത്. കിന്തു മാതാ ബന്നെ സെ പഹലെ യദി ഹം ഇനെ ബേട്ടിയോं के रूप में देख ले तो क्या हर्ज. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുകയാണ്, മാത എന്ന് വിളിക്കുന്നതിന് പകരം അവരെ ബേട്ടിയോം കെ റൂപ് മേ, അതായത് തൻ്റെ മകളുടെ രൂപത്തിൽ അല്ലേ, പെൺമക്കളുടെ രൂപത്തിൽ അവരെ കണ്ടെങ്കിലോ അതെങ്ങനെയായിരിക്കും? ഹർജ്, ക്യാ ഹർജ്, അല്ലെങ്കിൽ എന്ത് കുഴപ്പമുണ്ടതിലല്ലേ. ഓർ തോടാ ആകെ ചലിയേ ഇനി മേ അഗർ ഹം പ്രേയസി കി ഭാവന കരേ തോ കേസാ രഹേഗ. പ്രേയസി എന്ന് പറഞ്ഞാൽ സ്നേഹിത അല്ലേ, ഞങ്ങൾ സ്നേഹിക്കുന്ന
ആൾ. അപ്പോൾ പ്രേയസിക്ക് ഭാവന കരേ തോ कैसे रहेगा, അതായത് ഒരു ഭാര്യയുടെ രൂപം അല്ലെങ്കിൽ ഒരു പ്രേയസി ക്ക് ഭാവന കരേ തോ कैसे रहेगा, അങ്ങനെ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും. അപ്പോൾ മമത കാ ഏക് ഓർ ഭി ധാഗ ഹെ, ഒരു ചരട് കൂടിയുണ്ട്. മമതയുടെ എന്ന് പറഞ്ഞാൽ ആ മാതൃത്വത്തിൻ്റെ ഒരു ചരട് കൂടെ, അതായത് ജിസെ ഹം ഇൻകെ സാത്ത് ജോഡ് സക്തെ, അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം. എന്തായിരിക്കും? ബഹൻ കാ സ്ഥാൻ, അതായത് അനുജത്തിയുടെ അല്ലെങ്കിൽ ചേച്ചിയുടെ ബഹൻ കാ സ്ഥാൻ കിത്നെ കവിയോനെ ഈ നദിയോ കോ ദിയാ ഹെ, അങ്ങനെ എത്ര കവികൾ ഈ നദികൾക്ക് ആ പേര് കൊടുത്തിട്ടുണ്ട്. മാതാ എന്ന സ്ഥാനം കൊടുത്തിട്ടുണ്ട്, പ്രേയസിയുടെ സ്ഥാനം കൊടുക്കാം. പക്ഷേ എത്ര പേര് ഇങ്ങനെ അനിയത്തിയുടെ സ്ഥാനം അനുജത്തിയുടെ സ്ഥാനം കൊടുത്തിട്ടുണ്ട് എന്നാണ് ലേഖകൻ പറയുന്നത്. ഏക് ദിൻ മേരി ഭി ऐसी ഭാവന ഹുയി തി, എനിക്കും ഈ ഭാവന എൻ്റെ മനസ്സിലും വന്നിട്ടുണ്ടായിരുന്നു, ഉദിച്ചിട്ടുണ്ടായിരുന്നു. തോലിംഗ് കി ബാത്ത് ഹെ, അതായത് തോലിംഗ് തിബ്ബത്തിലെ ഒരു സ്ഥലമാണ്. മൻ ഉച്ചട്ട് ഗയാ ഥാ തബിയത്ത് ഢീലി തി, ആ സമയത്ത് ലേഖകൻ്റെ മനസ്സിൽ എന്തോ ഒരു സുഖമില്ലായിരുന്നു, അദ്ദേഹത്തിന് എന്തോ സുഖമില്ലായ്മ തോന്നുന്നുണ്ടായിരുന്നു. തബിയത്ത് ഢീലി തി ഓർ സത്ലജ് കെ കിനാരെ ജാക്കർ ബാറ്റ് ഗയ, അപ്പോൾ ആ സമയത്ത് അദ്ദേഹം സത്ലജ് നദിയുടെ തീരത്തിങ്ങനെ പോയിരുന്നു. दोपहर का समय था, ഉച്ച സമയം. അപ്പോൾ पैर लटका दिए पानी में, ആ സമയത്ത് വെള്ളത്തിൽ ഇങ്ങനെ കാലിട്ടിരുന്നു. थोड़ी ही देर में उस प्रगतिशील जल ने असर डाला, പ്രഗതിശീൽ എന്ന് പറഞ്ഞാൽ പ്രോഗ്രസീവ് ആയിട്ടുള്ള എല്ലാം നല്ലതല്ലേ. പ്രഗതിശീൽ ജലിനെ അസർ ഡാല, അസർ എന്ന് പറഞ്ഞാൽ അത് എഫക്റ്റ് ആവാൻ തുടങ്ങി, അതിൻ്റെ ആ തണുപ്പൽ ആ വെള്ളത്തിൻ്റെ ഒരു മാജിക്കൽ കഴിവാണത്. പ്രഗതിശീൽ ജലിനെ അസർ ഡാല और तन और मन ताज़ा हो गया तो लगा मैं गुनगुनाने, തൻ और मन അതായത് ശരീരവും മനസ്സും ഇങ്ങനെ താസ ഹോ ഗയ, ഫ്രഷായി. അപ്പോൾ അതിന് ശേഷം എനിക്ക് പാടാനായിട്ട് തോന്നി. അപ്പോൾ ഇങ്ങനെ മൂളാൻ തുടങ്ങി, ഞാൻ ഈ പാട്ട് ഇങ്ങനെ മൂളാൻ തുടങ്ങി. ഗുൻഗുനാനെ ലഗ. അദ്ദേഹം പാടുകയാണ്, ജയ് ഹോ സത്ലജ് ബഹൻ തുമാരി ലീല അചരജ് ബഹൻ തുമാരി. ജയ് ഹോ പുകഴ്ത്തുകയാണ് സത്ലജ് നദി, അനുജത്തിയായിട്ട് കരുതിയിട്ട് അദ്ദേഹം പാടുകയാണ്. ലീല അചരജ് ബഹൻ തുമാരി, ലീല എന്ന് പറഞ്ഞാൽ കളികൾ അല്ലേ, ചേഷ്ടകൾ, അതായത് കളികൾ ഇങ്ങനെ, അതായത് ഡിവൈൻ പ്ലേ എന്ന് പറയും. ലീല അചരജ് ബഹൻ, അചരജ് എന്ന് പറഞ്ഞാൽ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് അനുജത്തി എന്നാണ് പറയുന്നത്. ഹുവാ മുദിത് മൻ ഹഠാ കുമാരി ജാവൂ മേ തുംപർ ബലിഹാരി, ഞാനെല്ലാം അർപ്പിക്കുകയാണ്. ബലിഹാരി എന്ന് പറഞ്ഞാൽ അർപ്പിക്കുകയാണ് ഞാനെല്ലാം. കുർബാനി ദേറാഹു ഹുവ മുദിത്ത് മൻ ഹഠാ കുമാരി, മുദിത്ത് മൻ എൻ്റെ മനസ്സ് സന്തോഷിപ്പിച്ചതിന്, അതായത് എൻ്റെ മനസ്സ് സന്തോഷവാനായി ഞാൻ ഇപ്പം എൻ്റെ കുമാരി, അതായത് എൻ്റെ നശ, എൻ്റെ ആ മയക്കമൊക്കെ പോയിട്ട് എൻ്റെ അസുഖമൊക്കെ മാറി, അതിന് ഞാൻ എല്ലാം അർപ്പിക്കുകയാണ്. തും ബേട്ടി യ ബാബ് ഹിമാലയ ചിന്തിത് പർ ചുപ്ചാപ് ഹിമാലയ പ്രകൃതി നട്ടി കെ ചിത്രിത് പട്ട് പർ അനുപം അദ്ഭുത് ഛാപ് ഹിമാലയ. ഹിമാലയത്തെ പറ്റിയാണ്, നദിയെ മകളായിട്ടും ഹിമാലയത്തെ അച്ഛനായിട്ടും പറഞ്ഞിട്ട് പറയുകയാണ്. ചിന്തിത് പർ ചുപ്ചാപ് ഹിമാലയം, മിണ്ടാതെ നിൽക്കുന്ന അച്ഛൻ അല്ലേ. പ്രകൃതി നട്ടിക്ക് ചിത്രിത് പട്ട് പർ അനുപമമായിട്ടുള്ള, അതായത് ഉപമിക്കാൻ പോലും സാധിക്കാത്തതാണ് അല്ല, അത്ഭുതമായ ആ ഛാപ്പ്, ആ ഇങ്ങനെ സീൽ എന്ന പോലെ, അതായത് ഹിമാലയത്തെ കമ്പയർ ചെയ്യാൻ ഒന്നുമില്ല, ആ രീതിയിൽ പറയുകയാണ്. അദ്ഭുത് ഛാപ് ഹിമാലയ് ജയ് ഹോ സത്ലജ് ബഹൻ തുമാരി. ജയ് ഹോ, വീണ്ടും പുകഴ്ത്തുകയാണ് സത്ലജ് നദിയെ, പുകഴ്ത്തിയിട്ടുള്ള കവിതയാണ് അദ്ദേഹം മൂളിയത്. नदियों को माँ मानने की परंपरा हमारे यहाँ काफ़ी पुरानी है, लेकिन लेखक नागार्जुन उन्हें और किन रूपों में देखते हैं. അങ്ങനെ നദികളെ അമ്മയുടെ രൂപത്തിൽ കാണുന്നതാണ് പരമ്പരയായിട്ട്, അതായത് പഴയ കാലം മുതൽക്കേ അങ്ങനെയാണ് കരുതാറ്. അപ്പോൾ പക്ഷേ ലേഖകൻ നാഗാർജുനൻ അദ്ദേഹം ഏതൊക്കെ രൂപത്തിലാണ് നദികളെ കാണാൻ ആഗ്രഹിക്കുന്നത്? നദിയോं को माँ मानने की परंपरा हमारे यहाँ काफ़ी पुरानी है, लेकिन लेखक नागार्जुन उन्हें बेटियों, प्रेयसी व बहन के रूपों में भी देखते हैं. അതായത് നദികളെ അങ്ങനെ അമ്മയുടെ രൂപത്തിലാണ് പണ്ട് തൊട്ടേ എല്ലാവരും കാണാറ്. പക്ഷെ നാഗാർജുൻ അദ്ദേഹം ബേട്ടി, അതായത് മകളായിട്ടും, പ്രേയസി അതായത് പത്നിയായിട്ടോ, സ്നേഹിത അതായത് പത്നിയായിട്ടോ അല്ലെങ്കിൽ അനുജത്തി ബഹൻ കെ രൂപ മേ ഭി ദേഖ്തേ ഹൈ, അങ്ങനെ ആ രൂപത്തിലും കാണണം എന്നാണ് ലേഖകൻ്റെ ആഗ്രഹം. സിന്ധു ഓർ ബ്രഹ്മപുത്രയ്ക്ക് ക്യാ വിശേഷതായും ബത്തായി ഗയി ഹൈ. സിന്ധു നദിയുടെയും ബ്രഹ്മപുത്രയുടെയും എന്തൊക്കെ വിശേഷതകളാണ് പറഞ്ഞിരിക്കുന്നത്?
സിന്ധു और ब्रह्मपुत्र दोनों महानदियां हैं जिनमें सारी नदियों का संगम होता है. എല്ലാ നദികളുടെയും സംഗമം നടക്കുന്ന നദികളാണ് സിന്ധുവും ബ്രഹ്മപുത്രയും. അപ്പോൾ അതുകൊണ്ട് അത് മഹാനദികളാണ്. ये दो ऐसी नदियां हैं जो दयालु हिमालय के पिघले हुए दिल की एक एक बूंद से निर्मित हुई है. അതായത് അത് ഉരുകി, അതായത് ഐസ് മഞ്ഞ് ഹിമാലയത്തിൽ മഞ്ഞുണ്ടാവും, അത് ഉരുകി ഉണ്ടായതാണ് ഈ നദികൾ. ഇതിൽ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് ये दो ऐसी नदियां हैं जो दयालु हिमालय, നല്ല ദയാലുവായിട്ടുള്ള ഹിമാലയത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും ഓരോരോ തുള്ളി, ഓരോരോ കണങ്ങൾ, ആ മഞ്ഞിൻ്റെ ഓരോരോ കണങ്ങൾ ഒഴുകി വന്നിട്ടാണ് കൂടിയിട്ടാണ് ഈ നദികൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ്. इनका रूप इतना लुभावना है कि सौभाग्यशाली समुद्र भी पर्वतराज हिमालय की इन दो बेटियों का हाथ थामने पर गर्व महसूस करता है. ഇതിൽ പറയുന്നത് ഹിമാലയത്തെ അച്ഛനായിട്ടും പിന്നെ നദികളെ മക്കളായിട്ടും, പെൺമക്കളായിട്ടും പിന്നെ സമുദ്രത്തെ ഭർത്താവായിട്ടുമാണ് ഇതിൽ ലേഖകൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇൻകാ റൂപ് ഇത്ന ലുഭാവനായ, ഈ നദികളുടെ രൂപം അത്ര ആകർഷിതമാണ്, അതായത് ആകർഷണീയമാണ്. ലുഭാവന ഹേ കി സൗഭാഗ്യശാലി, സമുദ്രത്തെ സൗഭാഗ്യശാലിയായിട്ടാണ് ഇതിൽ അദ്ദേഹം പറയുന്നത്. സൗഭാഗ്യശാലി സമുദ്ര ബി, ആ പർവ്വതരാജ ഹിമാലയത്തിൻ്റെ ഈ രണ്ട് പെൺകുട്ടികളുടെ കൈകൾ സമുദ്രത്തിനാണ് നൽകിയിരിക്കുന്നത്. അതായത് സമുദ്രത്തെ വിവാഹം ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അച്ഛനായ ഹിമാലയ്. അപ്പോൾ സമുദ്രം അഭിമാനം തോന്നുന്നുണ്ട് സമുദ്രത്തിന്. അതുകൊണ്ട് സൗഭാഗ്യശാലിയാണ് സമുദ്രം. അതുമാത്രമല്ല സമുദ്രത്തിന് അഭിമാനം തോന്നുകയാണ് എന്നാണ് പറയുന്നത് ഇവരെ വിവാഹം കഴിച്ചതിന്. इनका रूप विशाल और विराट है. इनका रूप विशाल और विराट है. നല്ല വിശാലമായ രൂപമാണ് ഈ നദികളുടേത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാക്ക കാലേൽക്കറിനെ നദിയോं को लोकमाता क्यों कहा है? കാക്ക കാലേൽക്കർ എന്തുകൊണ്ട് നദികളെ ലോകമാത എന്ന് സംബോധന ചെയ്തത്? കാക്ക കാലേൽക്കറിനെ നദിയോं को लोकमाता इसलिए कहा है क्योंकि ये युगों से एक माँ की तरह हमारा ഭരൺ പോഷൺ കർത്തി രഹി ഹെ. അതായത് ഒരു മാതാവിനെ പോലെ, അല്ലേ, അമ്മയെ പോലെ തന്നെ ആ നദി ഞങ്ങളെ പോഷണം, അതായത് ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ജലമില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഭരൺ പോഷൺ കർത്തി രഹി ഹെ. യെ ഹമേ പീനെ കോ ജൽ തഥാ മിട്ടി കോ ഉപജാവു ബനാനെ മേ സഹായക് ഹോത്തി ഹെ. അതായത് കൃഷി ചെയ്യാനും പിന്നെ ഞങ്ങൾക്ക് വെള്ളം, എന്തായാലും ജലം ആവശ്യമാണ്, അല്ലേ. യെ ഹമേ പീനെ കോ ജൽ, കുടിക്കാൻ വെള്ളവും പിന്നെ മണ്ണിനെ നല്ല കാർഷിക ഗുണമുള്ളതാക്കി മാറ്റുകയും ചെയ്യുന്നു, അല്ലേ. ജിസ് तरह माता तमाम कष्ट सहने के बावजूद अपने पुत्रों का भला चाहती हैं, उसी तरह नदियाँ भी मानव द्वारा दूषित किए जाने के बावजूद जगत का कल्याण करती हैं. ഞങ്ങൾ എത്ര നദിയെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും, അല്ലേ, ഈ പൊല്യൂഷനൊക്കെ കാരണം അത് നശിക്കുകയാണ്. എത്ര ശ്രമിച്ചാലും ആ മാതാവ് എത്ര കഷ്ടം സഹിച്ചാണെങ്കിലും എങ്ങനെയാണോ ഒരു അമ്മ കുട്ടികളെ നോക്കുന്നത് അതുപോലെ ആ നദി ഞങ്ങളെ നോക്കുകയാണ്. അതുകൊണ്ടാണ് കാക്ക കാലേൽക്കർ നദിയോं को लोकमाता कहते हैं. ഹിമാലയ की यात्रा में लेखक ने किन किन की प्रशंसा की है? ഹിമാലയത്തിൻ്റെ ആ യാത്രക്കിടയിൽ ലേഖകൻ ആരെയൊക്കെയാണ് പ്രശംസ, അതായത് പുകഴ്ത്തിയത്, ആരൊക്കെയാണ് പ്രശംസിച്ചത് എന്നാണ് ചോദ്യം. ഹിമാലയ की यात्रा में लेखक ने इसके अनुपम छटा की, इनसे निकलने वाली नदियों की अटखेलियों की, फिर बर्फ़ से ढकी पहाड़ियों की सुंदरता की, पेड़ पौधों से भरी घाटियों की, देवदार, चीड़, सरो, चिनार, सफ़ेद कैल से भरे जंगलों की प्रशंसा की है. അപ്പോൾ ഇതൊക്കെ അവിടുത്തെ കാര്യങ്ങളാണ് പറയുന്നത്. ഹിമാലയത്തിലോട്ട് യാത്ര ചെയ്യുമ്പോൾ ആ ലേഖകൻ കണ്ട കാര്യങ്ങൾ. ഹിമാലയത്തിന് ലേഖകൻ എന്തൊക്കെയാണ് അനുപം ചട്ട, ഉപമിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആ ഭംഗി, അല്ലേ. ഇൻസെ നിക്കൽനെ വാലി നദിയാം, ആ നദികളുടെ അട്ഖേലിയാം, അവരുടെ ആ കളികൾ, ലീല എന്താ പറയുക, ചേഷ്ടകൾ, അവരുടെ കളികൾ. പിന്നെ ബർഫ് സെ ഢക്കി പഹാഡിയോം കി സുന്ദരത, ആ മഞ്ഞുകൊണ്ട് മൂടിയിരിക്കുന്ന ആ മലകളുടെ ആ സുന്ദരത. പിന്നെ വൃക്ഷലതാദികൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ആ പർവ്വതനിരകളുടെ ഭംഗിയാണ് ആസ്വദിച്ച് അദ്ദേഹം പറയുന്നത് ഇതിൽ. പിന്നെ ദേവദാർ, ചീഡ്, സെറോ, ചിനാർ, സഫേദ, കൈൽ, ഈ മരങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ ജംഗൽ, ആ കാടിനെ പറ്റിയൊക്കെയാണ് അദ്ദേഹം പ്രശംസിക്കുന്നത്. अपनी बात कहते हुए लेखक ने अनेक समानताएं प्रस्तुत की हैं. ऐसी तुलना से अर्थ अधिक स्पष्ट एवं सुंदर बन जाता है. उदाहरण, संभ्रांत महिला की भांति वे प्रतीत होती थीं,
माँ और दादी, मौसी, मामी की गोद की तरह उनकी धारा में डुबकियां लगाया करता। अन्य पाठों से ऐसे 5 तुलनात्मक प्रयोग निकालकर कक्षा में सुनाए और उन सुंदर प्रयोगों को कॉपी में भी लिखिए. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ലേഖകന് ഇത് എഴുതുമ്പോൾ തന്നെ നിബന്ധം എഴുതുമ്പോൾ അതിൽ കുറേ സമാനതകൾ, അതായത് തുലന ചെയ്യുകയാണ് അല്ലേ, താരതമ്യപ്പെടുത്തുകയാണ്. ആരെയൊക്കെ ആ നദിയെ എങ്ങനെയാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്, ഏതുമായിട്ടാണ്? ഒരു സംഭ്രാന്ത മഹിള, അതായത് നല്ല കുലീനയായ ഒരു സ്ത്രീയോടാണ് നദിയെ കമ്പയർ ചെയ്യുന്നത്. അതുപോലെ മാ, ദാദി, മൗസി, മാമി ആയിട്ടാണ് ആ നദിയെ കമ്പയർ ചെയ്യുന്നത്. കാരണം അവരുടെ ആ സ്നേഹമയിയായ ആ നദിയെ ഇവരുമായി, ഈ അമ്മ, അമ്മുമ്മ, പിന്നെ അങ്ങനെ മൗസി അവരുമായിട്ടൊക്കെയാണ് താരതമ്യപ്പെടുത്തുന്നത്. അവരുടെ ആ സ്നേഹത്തെയാണ് അദ്ദേഹം ആ നദിയിലൂടെ ഒഴുകുന്ന ആ വെള്ളത്തെ, ധാരയെ താരതമ്യപ്പെടുത്തുന്നത്. സച്ച്മുച്ച് മുझे ദാദിമ ഷാപ്പ് ബ്രഷ്ട് ദേവി സി ലക്തി എന്ന് പറഞ്ഞാൽ ദേവിയെ പോലെ തോന്നുകയാണ് ദാദി, അങ്ങനെ കമ്പയർ ചെയ്തിരിക്കുകയാണ്. പിന്നെ ബच्चे ऐसे സുന്ദർ ജैसे सोने के സജീവ് खिलौने, കുട്ടികളെ ഇങ്ങനെ നല്ല ജീവനുള്ള സ്വർണം കൊണ്ടുണ്ടാക്കിയ കളിപ്പാട്ടം എന്ന പോലെ തോന്നുന്നു. ഹരി ലക്കീർ വാലി സഫേദ് ഗോൽക്കഞ്ചെ ബടെ ആംവലെ ജैसे, അങ്ങനെ ഗ്രീൻ കളർ ഇങ്ങനെ ലൈൻ കാണുന്ന ആ ഗോട്ടികൾ ഇങ്ങനെ ആംവലെ പോലെ, അതായത് നെല്ലിക്കയെ പോലെ. അങ്ങനെ കാലി ചീട്ടിയോം സി കത്താരെ ധൂമിൽ ഹോ റഹി ഹെ. കാലി ചീട്ടിയോം സി എന്ന് പറഞ്ഞാൽ ഉറുമ്പ്, കറുത്ത ഉറുമ്പുകളെ പോലെയുള്ള ആ കത്താരയും ആ ഇങ്ങനെ ലൈൻ, അതായത് റോഡിനെ പോലെ ഇങ്ങനെ കാണാതാവുകയാണ് ആ രീതിയിൽ. പിന്നെ സന്ധ്യാക്കോ സ്വപ്നക്കി ബാന്തി ഗുസാർ ദേത്തെ. സന്ധ്യാക്ക സ്വപ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഞങ്ങൾ മറന്നു പോകുന്ന ടൈപ്പ്. സന്ധ്യാക്കോ സ്വപ്നക്കി ബാന്തി ഗുസാർ ദേത്തെ, അങ്ങനെ അത് കടന്നു പോകുമായിരുന്നു. ആ രീതിയിലാണ് അത് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. निर्जीव वस्तुओं को मानव संबंधी नाम देने से निर्जीव वस्तुएं भी मानो जीवित हो उठती हैं. लेखक ने इस पाठ में कई स्थानों पर ऐसे प्रयोग किए हैं, जैसे परंतु इस बार जब मैं हिमालय के कंधे पर चढ़ा तो वे कुछ और रूप में सामने थी. പിന്നെ കാക്ക കാലേൽക്കർ ने नदियों को लोकमाता कहा है. पाठ से इसी तरह के और उदाहरण ढूंढे. അപ്പോൾ ഇത് രണ്ടും, അതായത് നിർജീവമായ വസ്തുവിനും ഒരു ജീവൻ കൊടുക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് അല്ലേ. മാനവീകരണമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഈ ലേഖകൻ ഈ നിബന്ധത്തിൽ എല്ലാത്തിനും, അതായത് ഹിമാലയത്തെ, നദികളെ അല്ലേ, എല്ലാം മാനവീകരണമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ എങ്ങനെയാണോ അതേ രീതിയിലാണ് കണ്ടത്. അപ്പോൾ പരന്തു ഇസ് ബാർ ജബ് മേ ഹിമാലയക്ക് കന്ധേ പർ ചടാ, അപ്പോൾ ഹിമാലയത്തിനൊരു മാനവീകരണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കന്ധേ പർ ചടാ तो वे कुछ और रूप में सामने आए, വേറെ തന്നെ ഒരു രൂപത്തിലാണ് കണ്ടു തുടങ്ങിയത്. പിന്നെ കാക്ക കാലേൽക്കറിനെ നദിയോं को लोक മാതാ കഹാ ഹൈ, ഒരു അമ്മയുടെ രൂപമാണ് നദികൾക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഉദാഹരണങ്ങൾ എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സംഭ്രാന്ത് മഹിളാ കി ഭാന്തി വേ പ്രതീത് ഹോത്തി थी അല്ലേ. നദികളെ സ്ത്രീകളായിട്ട്, അതായത് കുലീനതയോടെയുള്ള സ്ത്രീകളെയാണ് കമ്പയർ ചെയ്ത്. കിത്ന സൗഭാഗ്യശാലി ഹെ വ സമുദ്ര ജിസെ പർവ്വതരാജ് ഹിമാലയ की इन 2 बेटियों का हाथ पकड़ने का श्रेय मिला. അപ്പോൾ സമുദ്രത്തെ ഒരു ഭർത്താവ്, അതായത് ഒരു വരനായിട്ടാണ് അല്ലേ. ജിസെ പർവ്വതരാജ് ഹിമാലയ की इन 2 बेटियों, അപ്പോൾ ഹിമാലയത്തെ അച്ഛനായിട്ടും പിന്നെ നദികളെ പെൺകുട്ടികളായിട്ടുമാണ് ഇതിൽ താരതമ്യപ്പെടുത്തുന്നത്. അപ്പോൾ ബേട്ടിയോं का हाथ पकड़ने का श्रेय मिला. പിന്നെ बूढ़े हिमालय की गोद में बच्चियां बनकर ये कैसे खेला करती हैं. അപ്പോൾ അച്ഛൻ്റെ മടിയിൽ കുട്ടികൾ എങ്ങനെയാണ് കളിക്കുന്നത്, ആ രീതിയിലാണ്. അപ്പോൾ അത് അച്ഛനെയാണ്, മാനവീകരണമാണ് അവിടെ നടക്കുന്നത് അല്ലേ. बूढ़े हिमालय की गोद में बच्चियां बनकर ये कैसे खेला करती हैं. പിന്നെ ഹിമാലയ को ससुर और समुद्र को दामाद कहने में कुछ झिझक नहीं होती. അപ്പോൾ ഹിമാലയത്തെ സസുർ, അതായത് ഫാദർ ഇൻ ലോ ആയിട്ടും സമുദ്രത്തെ എന്താണ് സൺ ഇൻ ലോ ആയിട്ടുമാണ് ആ നിബന്ധത്തിൽ ലേഖകൻ എഴുതുന്നത്. അപ്പോൾ അതും ഒരു മാനവീകരണമാണ് അല്ലേ. മേക്കു ഝിചക് നെഹി ഹോത്തി, അപ്പോൾ നിർജീവമായിട്ടുള്ള ജീവനില്ലാത്ത വസ്തുക്കളെ, നിർജീവമായിട്ടുള്ള വസ്തുക്കളെ ജീവൻ കൊടുക്കുന്നതായിട്ടാണ് ഈ നിബന്ധത്തിൽ അല്ലേ. അത് താരതമ്യപ്പെടുത്തുന്നത് ആ രീതിയിലാണ് ലേഖകൻ ഈ നിബന്ധത്തിൽ. पिछली कक्षा में आप विशेषण और उसके भेदों से परिचय प्राप्त कर चुके हैं. കഴിഞ്ഞ അധ്യായത്തിൽ കഴിഞ്ഞ വർഷം നിങ്ങൾ വിശേഷണത്തെ പറ്റിയും ഭേദങ്ങളെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഇത് നീച്ചെ ദിയ ഗയ വിശേഷണം ഓർ വിശേഷണം എന്ന് പറഞ്ഞാൽ എന്താണോ നിങ്ങൾ വിശേഷിപ്പിക്കുന്നത് അതിനെയാണ്, ഏത് രീതിയിലല്ല എന്താണ് വിശേഷിപ്പിക്കുന്നത്. വിശേഷം എന്ന് പറഞ്ഞാൽ എന്തിനെയാണോ വിശേഷിപ്പിക്കുന്നത് അതാണ് വിശേഷ്യ. അപ്പോൾ അതിനെ ജോഡേ ബന, അതായത് മിലാൻ കീജിയ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വിശേഷൻ സംഭ്രാന്ത്, അതിന് മഹിളയാണ് സംഭ്രാന്ത് എന്ന് വിശേഷിപ്പിച്ചത്. നദിയാം ചഞ്ചൽ നദിയാം, സമതൽ ആംഗൻ, ഘന ജംഗൽ, മൂസ്ലാധാർ വർഷ.
അപ്പോൾ സംഭ്രാന്ത് എന്ന മഹിളയെയും ചഞ്ചൽ നദികളെയാണ്. സമതൽ ആംഗൻ ആ മൈതാനം, പിന്നെ ഘന ജംഗൽ നല്ല തിക്കായിട്ടുള്ള ജംഗൽ, മൂസ്ലാധാർ വർഷ വളരെ നല്ല ഫോഴ്സിൽ വീഴുന്ന മഴ, മൂസ്ലാധാർ വർഷ. द्वंद्व समास के दोनों पद प्रधान होते हैं. इस समास में और शब्द का लोप हो जाता है, जैसे राजा रानी द्वंद्व समास है जिसका अर्थ है राजा और रानी. पाठ में कई स्थानों पर द्वंद्व समासों का प्रयोग किया गया है. इन्हें खोजकर वर्णमाला क्रम में लिखिए. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ദ്വന്ദ്വ സമാസം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് പദങ്ങൾക്കും ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ദ്വന്ദ്വ സമാസം ഉണ്ടാവുക. അതായത് രാജ റാണി എന്ന ആ നടുവിലൊരു ലൈൻ ഇടുന്നില്ലേ, അതിനെ ഒരേപോലെ, അതായത് ഇമ്പോർട്ടൻസ് രണ്ടിനും ഒരുപോലെയാണ്. രാജ റാണി, രാജ ഓർ റാണി രണ്ടിനും, അതായത് രാജ എന്നതിനും റാണി എന്നതിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓർ എന്നതാണ് അവിടെ ഉപയോഗിക്കുന്നത്. യാ ഓർ അതൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ പാഠ് മേ കൈ സ്ഥാനോ पर ദ്വന്ദ്വ സമാസം അപ്പോൾ പാഠത്തിൽ കുറേ ദ്വന്ദ്വ സമാസം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയെടുത്തിട്ട് വർണ്ണമാലാക്കെ ക്രമേ, വർണ്ണമാല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അക്ഷരമാലയുടെ അനുസരിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഛോട്ടി ബഡി, ദുബ്ലി പത്ലി, ഭാവ് ഭംഗി, മാ ബാപ്പ് ഇതൊക്കെ ആണ് പാഠത്തിൽ എഴുതിയിരിക്കുന്നത്. നദി को उल्टा लिखने से दीन होता है जिसका अर्थ होता है गरीब. അപ്പോൾ നദിയെ ഞങ്ങൾ തിരിച്ചെഴുതുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം തിരിച്ചാവും, അതായത് ദീൻ എന്നാവും. അപ്പോൾ ദീൻ എന്ന് പറഞ്ഞാൽ ഗരീബ് എന്നാണ് അർത്ഥം, പാവപ്പെട്ടത് എന്ന അർത്ഥം. ആബി 5 ऐसे शब्द लिखिए जिसे उल्टा लिखने पर തിരിച്ചെഴുതുമ്പോൾ അത് അതിൻ്റെ അർത്ഥം ഉണ്ടാവണം അതിന്, പക്ഷെ തിരിച്ചെഴുതുമ്പോൾ അതിന് അർത്ഥവും ഉണ്ടാവണം. അങ്ങനെയുള്ള ശബ്ദങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേക ശബ്ദയ്ക്ക് ആകെ സഞ്ജാക്ക നാം भी लिखिए. അതിന് ഓരോന്നിൻ്റെയും മുമ്പിൽ അതിൻ്റെ അർത്ഥവും അതിൻ്റെ സഞ്ജയും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നദി, ദീൻ, ഭാവവാചക സഞ്ജ എഴുതണം. അപ്പോൾ ധാര, പിന്നെ രാധ. ധാര എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഴുക്ക് അല്ലേ. രാധ എന്ന് പറഞ്ഞാൽ പേര്. അപ്പോൾ വ്യക്തിവാചക സഞ്ജ. നവ്, വൻ. നവ് എന്ന് പറഞ്ഞാൽ പുതിയത്, വൻ എന്ന് പറഞ്ഞാൽ കാട്. ജാതിവാചക സഞ്ജ. റാം, മര. ഭാവവാചക സഞ്ജ. രാഹി, പിന്നെ ഹീര. ദ്രവ്യവാചക സഞ്ജ. രാഹി എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യുന്നത്. പിന്നെ ഗൽ, ലഗ്. ഭാവവാചക സഞ്ജ. समय के साथ ഭാഷ ബദൽത്തി है, ശബ്ദ ബദൽത്തെ हैं और उनके रूप बदलते हैं. അപ്പോൾ സമയത്തിനനുസരിച്ച്, സമയം മാറുമ്പോഴേക്കും, കാലങ്ങൾ പോകുമ്പോൾ ഭാഷ മാറും, ശബ്ദങ്ങൾ മാറി വരും, പിന്നെ അതിൻ്റെ രൂപങ്ങൾ അതും മാറും. അപ്പോൾ ജैसे बेतवा नदी के नाम का दूसरा रूप वेत्रावती है. नीचे दिए गए शब्दों में से ढूंढकर इन नामों के अन्य रूप लिखिए. അപ്പോൾ വേത്രാവതിയാണ് ബേത്വ നദിയുടെ പേര് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അതുപോലത്തെ പേരുകളിങ്ങനെ എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സത്ലജ് അത് സത്ദ്രും എന്നാണ്. റോപ്പഡ്, റൂപ്പൂർ, ഝേലം, വിതസ്ത, ചിനാബ്, വിപാശ, അജ്മേർ, അജ്മേരു, बनारस, वाराणसी. उनके ख्याल में शायद ही यह बात आ सके कि बूढ़े हिमालय की गोद में बच्चियां बनकर ये कैसे खेला करती हैं. അവരുടെ മനസ്സിൽ, അതായത് ആരെ പറ്റിയാണ്? പഹാടി ആൾക്കാരെ പറ്റിയാണ് പറയുന്നത്. അവരുടെ മനസ്സിൽ വരണമെന്നൊന്നുമില്ല, എൻ്റെ മനസ്സിൽ വന്നതുപോലെ. അതായത് ആ പ്രായമായ ഹിമാലയത്തിൻ്റെ മടിയിലിരുന്ന് ആ നദികൾ കളിക്കുകയാണ് എന്നത്. ഉപർയുക്ത പങ്ക്തി മേ ഹി के प्रयोग की ओर ध्यान दीजिए. ही എന്നതിൻ്റെ പ്രയോഗം, അതായത് ही वाला वाक्य नकारात्मक अर्थ दे रहा है. नकारात्मक അതായത് നെഗറ്റീവായ ആൻസറാണ് അത് കൊടുക്കുന്നത്. इसलिए ही वाले वाक्य में कही गई बात को हम ऐसे भी कह सकते हैं, उनके ख्याल में शायद यह बात न आ सके. അവരുടെ മനസ്സിൽ വരണം എന്നില്ല. അപ്പോൾ इसी प्रकार नकारात्मक प्रश्नवाचक वाक्य कई बार नहीं के अर्थ में इस्तेमाल नहीं होते हैं. അങ്ങനെ नहीं എന്നതിൻ്റെ അർത്ഥം അവിടെ नहीं के अर्थ में इस्तेमाल नहीं होते हैं, അത് ഉപയോഗിക്കപ്പെടുന്നില്ല. അപ്പോൾ जैसे महात्मा गांधी को कौन नहीं जानता, ആർക്ക് അറിയാതെ ഉണ്ട് അല്ലേ? कौन नहीं जानता महात्मा गांधी. दोनों प्रकार के वाक्यों के समान 3 उदाहरण सोचिए और इस दृष्टि से उनका विश्लेषण कीजिए. അപ്പോൾ അതിനനുസരിച്ചിട്ട് അതിനെ വിവരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഓപ്പോസിറ്റ് അർത്ഥമാണ് വരുന്നത് അല്ലേ? നകാരാത്മക അർത്ഥമാണ്. ഉൻകെ ഖയാൽ മേ ഷായദ് ഹി അല്ലേ? അവിടുത്തെ ആ പ്രയോഗത്തെയാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതുപോലത്തെ 3 ഉദാഹരണം 3 ഉദാഹരണങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്.
ഹി വാലെ വാക്യ ജിൻകാ പ്രयोग നകാരാത്മക അർത്ഥ ദേത്താ ഹൈ. അതായത് ഹി എന്ന ആ പ്രയോഗം അവിടെ എന്താ കൊടുക്കുന്നത്? നകാരാത്മക, അതായത് നെഗറ്റീവ് ആൻസറാണ് അവിടെ കൊടുക്കുന്നത്. വേ ഷായദ് ഹി ഇസ് കലം കാ ഇസ്തമാൽ കരെ. ഷായദ് ഹി എന്ന് പറഞ്ഞാൽ ചിലപ്പോഴേ അവർ ഉപയോഗിക്കത്തുള്ളൂ, അത് ഇല്ല എന്നതിന് തുല്യമാണ്. ബच्चे ഷായദ് ഹി സ്കൂൾ ജായ്, ചിലപ്പോഴേ സ്കൂളിൽ പോകത്തുള്ളൂ. വേ ഷായദ് ഹി മേരി ബാത്ത് ടാലെ, ചിലപ്പോഴേ അവർ എന്നെ അനുസരിക്കാതിരിക്കത്തുള്ളൂ, അപ്പോൾ അനുസരിക്കാൻ ചാൻസ് ഇല്ല എന്ന രീതിയിൽ. നഹി വാലെ വാക്യ ജിൻകാ പ്രयोग നഹി കെ അർത്ഥ മേ ഇസ്തമാൽ നഹി ഹോത്തെ ഹെ. നഹി എന്നതിൻ്റെ അർത്ഥമല്ല അവിടെ വരുന്നത്, അല്ലാതെ വരുന്നതാണ്. എങ്ങനെയാണ് വരുന്നത്? ऐसा कौन क्रिकेट फैन है जो सचिन तेंदुलकर को नहीं जानता हो. ആരായിരിക്കും സച്ചിൻ തെണ്ടുൽക്കറിനെ അറിയാത്തവർ ആരായിട്ടുണ്ടാവും അല്ലേ? അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം എന്ന രീതിയിലാണ് അവിടെ വരുന്നത്. അപ്പോൾ വൃക്ഷ സെ ഹോനെ വാലെ ലാഭ് കോ കോൺ നഹി ജാൻത, ആർക്കറിയില്ല ആ വൃക്ഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന ലാഭം എല്ലാവർക്കും അറിയാമെന്നാണ്. അപ്പോൾ അവിടെ നെഗറ്റീവായിട്ടുള്ള ഒരു ആൻസറല്ല വരുന്നത്. സച്ചേ ദോസ്തോं का महत्व कौन नहीं जानता, എല്ലാവർക്കും അറിയാം എന്ന രീതിയിലാണ് അവിടെ അർത്ഥം വരുന്നത്. എല്ലാവർക്കും അറിയാം സത്യസന്ധ നല്ലൊരു കൂട്ടുകാരൻ്റെ മഹത്വം എല്ലാവർക്കും അറിയാം അല്ലേ എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്